കേരളത്തിലേക്ക് വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിയെന്ന് കേൾക്കുന്നുണ്ട്. ഭീകരരുടെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? എന്താണ്? തീർച്ചയായും അങ്ങനെ ഉം. സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ച് കടത്തിയ നിലയിൽ 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തുന്നത്. 18,000 ആണ്, ചില്ലറയല്ല. 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ നിർത്തി കത്തിച്ച് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണം നടന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട്. 4,800 ഡിറ്റനേറ്ററും ഉണ്ട്. ബോക്സുകളിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ് ഒരു പിക്കപ്പ് വാൻ്റെ ബേസ് നിറയെ. അതിന് മുകളിലായിട്ട് തണ്ണിമത്തൻ ചാക്കുകളിൽ വെച്ച് നിരത്തി വെച്ചിരിക്കുന്നു. അതിന് മുകളിൽ ടാർപോളിനിട്ട് മൂടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, ആരെ കൊല്ലാൻ വേണ്ടിയിട്ട് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ വലിയ സംശയമുണ്ട്. പാറമടകളിലേക്ക്, ക്വാറികളിലേക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചു കടത്തേണ്ട കാര്യമില്ല, കൃത്യമായ ലൈസൻസ് ഉണ്ടാവും. പാറമടകളിലും ക്വാറികളിലും കൊണ്ടുവരുന്ന ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ ഇപ്രകാരവുമല്ല കൊണ്ടുവരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെ പാലിച്ചാണ് കൊണ്ടുവരുന്നത് താനും. പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്ന ഇങ്ങനെ ഒളിച്ച് കടത്താറില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറി വണ്ടികളിലാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതിൽ തണ്ണിമത്തൻ കൊണ്ടുവന്നതാണ്. അതിന് ഡ്രൈവറെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. സെന്തിൽ എന്നാണ് അയാളുടെ പേര്. പക്ഷേ ഇയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇയാൾക്ക് മറ്റാരെയും പറ്റിയിട്ട് ഒരു വിവരവുമില്ല. ഇയാളെ വാഹനം ഏൽപ്പിക്കുന്നു, അയാൾ ആ വാഹനവുമായി ഓടിച്ച് കേരളത്തിലേക്ക് വരുന്നു. ഇന്ന പോയിന്റ് എത്തുമ്പോൾ അവിടെ വാഹനം ഉപേക്ഷിക്കുക, ആ വാഹനം മറ്റൊരു ഡ്രൈവർ വന്ന് കൊണ്ടുപോകും. പരസ്പരം ഡ്രൈവർമാർക്ക് തമ്മിൽ അറിയില്ല. ഇത് ഭീകരരുടെ രീതിയാണ്. ഭീകരരാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന വ്യാജ നോട്ടുകളുടെ കൈമാറ്റത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഡ്രൈവറെ പിടിച്ചാലും അറിയരുത് മറ്റാരെയാണ് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിലാണ് എത്താൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു ഡ്രൈവറെ ഏൽപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അതേത് ഡ്രൈവറിനറിയില്ല. ഒരു പോയിന്റിൽ ഉപേക്ഷിക്കും വണ്ടി അവിടെ ഉപേക്ഷിച്ച് താക്കോലതിൻ്റെ അകത്ത് വെച്ചിരിക്കും, ഇല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഈ ഡ്രൈവർ മാറുന്നു, അടുത്ത ഡ്രൈവർ വരുന്നു, ഇതെടുക്കുന്നു, അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ വന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ വാഹനം ആർക്ക് കൈമാറാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് സംശയം. പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതായത് തമിഴ്നാട്ടിലെ ധർമ്മപുരി പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെയാണ് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അയക്കുന്നത്, നിർമ്മിക്കാനും ഇത്. പക്ഷേ അവിടെയും ലൈസൻസ്ഡാണ്, ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കാം. അതിനെ പറ്റിയിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും മറയ്ക്കപ്പെട്ട ഈ കടത്ത് പിടികൂടാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയുണ്ടാവും. നമ്മൾ ഈ പറയുന്ന വെറും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം നഴ്സറിയാണ് ഭീകരവാദത്തിൻ്റെ എന്നാണ്. ഭീകരവാദത്തിനെ വളർത്തുന്ന കേന്ദ്രം അല്ല, കേരളം പൊട്ടാനിരിക്കുന്ന ബോംബാണ്. കേരളം പൊട്ടാനിരിക്കുന്ന ബോംബാണ്. വലിയ രീതിയിൽ കേരളത്തിനകത്ത് ഭീകരപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ അധികം താമസിയാതെ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലുള്ള ആൾക്കാരെ തീർക്കും. കേരളത്തിലെ ജനവിഭാഗത്തെ ഒന്നടങ്കം തീർത്ത് അവരുടെ വിജയക്കൊടി പാലിക്കാൻ വേണ്ടി ഭീകര സംഘടനകൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാറമടയ്ക്കും ക്വാറികൾക്കും കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാനുള്ള ഈ സാധനങ്ങളല്ല ഇത്, അങ്ങനെ കൊണ്ടുവരുന്നതുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്തിനു വേണ്ടി കൊണ്ടുവന്നു? സ്വാഭാവികമായിട്ടും ഭീകരർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആർക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പോലീസ് ഈ വണ്ടി കൈ കാണിക്കുകയാണ്. അതിർത്തി കഴിഞ്ഞ് അതിവേഗത്തിൽ പറന്നു വരുന്ന ഒരു പിക്കപ്പ് വാൻ കൈ കാണിച്ച് പോലീസ് നിർത്താൻ ശ്രമിക്കുന്നു. ഇവർ നിർത്തുന്നില്ല. നിർത്താതെ വന്നതോടുകൂടി പോലീസ് സാഹസികമായിട്ട് പിന്തുടർന്ന് പിടികൂടിയതോടുകൂടി ഡ്രൈവർ പറയുന്നു, എനിക്കറിയില്ല എന്താണ്, ആരാണ്, എവിടെയാണ്, ഒന്നും അറിയില്ല. പിന്നെ പല കാര്യങ്ങളും വാർത്തയിലൂടെ പുറത്തു പറയാനായിട്ട് പോലീസിന് കഴിയില്ല, പരിധിയുണ്ട്. കാരണം ഇതിൻ്റെ നിർണായക വിവരങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ രക്ഷപ്പെട്ടാൽ അതിനെപ്പറ്റി, അതുകൊണ്ടായിരിക്കാം അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാത്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച രഹസ്യമായി വന്ന ഒരു വാഹനത്തെ കണ്ടെത്തുന്നത്. രാത്രി പിടികൂടുന്ന അതിൻ്റെ ലൈവ് വിഷ്വൽസ് എല്ലാം മിക്കവാറും എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി വന്നു? കേരള തീരത്തേക്ക് ഒരു കപ്പൽ നിറയെ വലിയ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും എത്തി എന്നുള്ളൊരു NIA ഒരു കേസുണ്ടായിരുന്നു മുമ്പ്. ആ കേസുമായിട്ട് ബന്ധപ്പെടാൻ ഇതിനെ കഴിയുമോ എന്നുള്ളതാണ്. കേരളത്തിൽ നമ്മൾ അറിയാതെ എന്തൊക്കെയോ അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിൻ്റെ ചില തീരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ചില ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബീച്ചാകെ അടച്ചു കെട്ടിയെടുത്തുകൊണ്ട് ചില ഭീകര പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് മുമ്പ് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന കപ്പലിൽ ആയുധങ്ങൾ കൊണ്ടുവരുന്നു, വൻ സ്ഫോടക വസ്തുക്കളും
ഈ ആയുധങ്ങളും അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുന്നു. അതുപോലെ തന്നെ ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ചില ആരാധനാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ സ്ഥലത്ത് അതിനെ വളച്ചു കെട്ടിയെടുത്ത് സ്വകാര്യ ബീച്ച് പോലെയൊക്കെ ആക്കി മാറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ കടൽ മാർഗം കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒളിപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടുവരാനോ ആയുധങ്ങൾ എത്തിക്കാനോ തീവ്രവാദ പരിശീലനത്തിന് വിദേശികളെ കൊണ്ടുവരാനോ ഒക്കെ സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഒരുങ്ങാമല്ലോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 18 ദിവസം നീണ്ടു നിന്ന വലിയൊരു ഹിന്ദു ഏകീകരണം കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനോട് പിന്നോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുമില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയേറെ ഹിന്ദുവിനെ യുണൈറ്റ് ചെയ്ത മറ്റൊരു പരിപാടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഇടച്ചെടാ ഹിന്ദുക്കൾ ഇങ്ങനെ ഒന്നിക്കുകയാണെങ്കിൽ നമുക്ക് ഭീഷണിയാവുമല്ലോ, ഇവരെ അങ്ങ് തീർത്ത് കളയേണ്ടതല്ലേ, നമ്മളിവിടെ നേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഹൈഡ് ഔട്ടായിട്ട് ഇതിനെ ഇനി വെച്ചിരിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ഭീകരവാദികൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വരാനിരിക്കുന്ന 100 ആഘോഷങ്ങൾ, വരാനിരിക്കുന്ന ഉത്സവകാലങ്ങൾ, ഇനി അങ്ങോട്ട് ഉത്സവമാണ്. ക്ഷേത്രങ്ങളിൽ കൊടിയേറി കഴിഞ്ഞു. ഇനി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഉത്സവങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിൽ ഒക്കെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ആനയുണ്ട്, വലിയ ജനത്തിരക്കുണ്ടാവാറുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടുന്ന വലിയ സംഭവങ്ങൾ നടക്കാനിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള കേരളത്തിലെ വലിയ ഉത്സവം, ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഉത്സവം നടക്കാനിരിക്കെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത് ഒട്ടും ആശ്വാസകരമില്ല. തൊട്ട് പിന്നാലെ വിഷു എത്തും. ഈ പറയുന്ന ഉത്സവങ്ങളൊക്കെ മാർച്ച് മാസം അവസാനിക്കുന്നത് വരെയും ഉത്സവങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഏപ്രിൽ മധ്യം വരെയും ഉത്സവങ്ങളാണ്. അപ്പോൾ അതിനുശേഷം അതിനിടയ്ക്ക് നടന്നതാണ് ഈ പറയുന്ന ശബരിമല സീസൺ കഴിയുന്നു, തൊട്ട് പിന്നാലെ കുംഭമേള ആരംഭിക്കുന്നു, അതിനുശേഷം നടക്കുന്ന 100 ആയിരക്കണക്കിന് ഉത്സവങ്ങൾ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടക വസ്തു കൂടും. കഴിഞ്ഞ ദിവസമാണ് അജിത് ഡോവൽ കേരളത്തിൽ വന്നു പോയത്. കൃത്യമായ ഒരു പരിശോധന നടത്താനാണ് അദ്ദേഹം വന്നത് എന്നുള്ളത് കേരളത്തിലുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ISR കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ് എന്ന്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു കാര്യത്തിനെ പറ്റി ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിലോ? അജിത് ഡോവലിന് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു, എന്തോ ഭീകരമായിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനിരിക്കുന്നു. കശ്മീരിൽ നടന്നതുപോലെ, ഡൽഹിയിൽ നടന്നതുപോലെ, മുംബൈയിൽ നടന്നതുപോലെ സമാനമായ ഒരു ഭീകരവാദ ആക്രമണം, കശ്മീരിൽ നടന്നതുപോലെ ഒരു ജനതയെ അപ്പാടെ ഉന്മൂലനം ചെയ്യാനോ ആട്ടി ഓടിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ഭീകര പദ്ധതി ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണോ അജിത് ഡോവൽ ഇവിടെ വന്നത്? അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം എത്തിയത്? അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണോ? അതിനൊരു മറയാക്കിയതാണോ ISR? ഡോവലെത്തിയതിന് പിന്നാലെ ഒരു ആയുധ കടത്ത് ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്ഫോടക വസ്തുവിൻ്റെ കടത്ത് പിടികൂടിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സാമ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് കേരളത്തിനെ ശവപ്പറമ്പാക്കി മാറ്റാൻ ജിഹാദികൾ ചില ശ്രമങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിനെ തടയിടാൻ വേണ്ടി രാജ്യവും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചില വാർത്തകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, അനുമാനിക്കാൻ കഴിയും. പക്ഷേ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പോലീസാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ NIA-യും ഭീകരവിരുദ്ധ സ്ക്വാഡുകളും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ കേരള പോലീസാണ്. കേരള പോലീസിൻ്റെ കയ്യിൽ ഒരു വിവരം കിട്ടിയാൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്ന സംശയമുണ്ട്. കാരണം പച്ചവിളക്ക് എന്ന് പറയുന്ന പച്ചവെളിച്ചമല്ലേ, പച്ചവെളിച്ചം എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ഒരു പരിപാടി നടന്നത് ഇവിടെയാണ്. ഇവിടെ ഈ സിമിയുടെയും ഭീകരവാദികളുടെയൊക്കെ ക്യാമ്പുകൾ നടന്നിട്ട് ഫോറസ്റ്റുകാർ അറിയാത്ത നാടായത്. ഈ പറയുന്ന വിദേശ നിർമ്മിതമായ വെടിയുണ്ടകളും മറ്റ് സാധനങ്ങളും ഒക്കെ കേരളത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാക് നിർമ്മിത വെടിയുണ്ടകളൊക്കെ കേരള പോലീസ് ഇത് അറിഞ്ഞില്ലേ? ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ രണ്ടാമത്തെ റെയ്ഡ്, ആദ്യ റെയ്ഡ് കേരള പോലീസ് അറിഞ്ഞതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഡയറക്ടർ രക്ഷപ്പെട്ടു. രണ്ടാം റെയ്ഡ് നടന്നപ്പോൾ ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിഞ്ഞില്ല. എന്താ ഇവിടെ ആൾക്കൂട്ടം എന്ന് അന്വേഷിച്ചു വന്ന പോലീസുകാരാണ് കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി NIA റെയ്ഡ് നടത്തിയെന്ന്. അങ്ങനെ ഇളിഭ്യരായി നാണം കെട്ട് മാറി നിൽക്കേണ്ടി വന്ന കേരള പോലീസാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താണ്? കേരള പോലീസിൻ്റെ കേന്ദ്ര ഏജൻസികൾക്കും കേന്ദ്ര സൈന്യത്തിന് പോലും വിശ്വാസമില്ല, ഇല്ലെങ്കിൽ ഭീകരവിരുദ്ധ സ്ക്വാഡുകൾക്ക് വിശ്വാസമില്ല. കാരണം യുവമാർ ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുള്ളവന്മാരാണ്. കാരണം പച്ച വെളിച്ചം ഉണ്ടായിരുന്ന സ്ഥലം, ആ പച്ച വെളിച്ചത്തിലുണ്ടായിരുന്നവന്മാർ ഇപ്പോഴും സർവീസിലുള്ള സ്ഥലമാണ്. ടെർമിനേറ്റ് ചെയ്യണ്ടേ വേണ്ടത്? പച്ച വെളിച്ചം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയ എല്ലായിടത്തിനെയും ടെർമിനേറ്റ് ചെയ്ത് വെളിയിലെടുത്ത് കളയല്ലേ വേണ്ടത്? എന്നിട്ട് കേസ് എടുക്കേണ്ടതില്ലായിരുന്നു? അതായത് ഭീകര പ്രവർത്തനത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്, ഈ രാജ്യത്തെ കത്തിച്ച് പാകിസ്ഥാന് ഒറ്റുകൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരന്മാർ ഇപ്പോഴും സേനയിൽ തുടരുന്നുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാണ്. കാക്കി ഊരിക്കളഞ്ഞിട്ട് പോയി തൂങ്ങിച്ചാവണവനൊക്കെ എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം രാജ്യമാണ് ഏറ്റവും വലുത്. ആ രാജ്യത്തിന് വിരുദ്ധമായിട്ട് ഒരു പോലീസ് സേന പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെ രാജ്യം അവർ വിശ്വസിക്കും?
ക്രമവും നിയമവും ഒക്കെ പാലിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അതൊക്കെ സംരക്ഷിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അപ്പോൾ ആ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കേരളത്തിൽ വൻ പദ്ധതിയിട്ട് തീവ്രവാദികൾ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഒരറ്റം വെളിയിൽ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മഞ്ഞുമലയുടെ ഒരറ്റം വെളിയിൽ വന്നതാണ്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഈ 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററും കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അറ്റം മാത്രം, അത് മറച്ചു വയ്ക്കാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സാറന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലും ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇത് കേന്ദ്രം ഇടപെടുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ, അതായത് വിദേശ രാജ്യത്ത് കടന്ന് കയറി ചെന്ന് അവിടുത്തെ ഭീകരന്മാരുടെ അണ്ണാക്കിൽ ഗ്രനേഡിട്ട് പൊട്ടിക്കാൻ ശേഷിയുള്ള ആമ്പിളറുള്ള ഭാരതത്തിൻ്റെ സൈന്യം കാവൽ നിൽക്കുമ്പോൾ ഇവിടെ ഇവന്മാരെന്തൊക്കെ വിചാരിച്ചാലും മൊക്കറായിട്ട് പരിശ്രമിച്ചാലും നടക്കില്ല. അണ്ണാക്കിൽ ബുള്ളറ്റ് കയറും. അതിന് ഏത് ആൾക്കാരുടെ പിന്തുണയുണ്ടെങ്കിലും, ഏത് രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണയുണ്ടെങ്കിലും, ഏത് വിദേശ ശക്തി ശ്രമിച്ചാലും ശരി തന്നെ ഇത് പുതിയ ഭാരതമാണ്, പുതിയ ഇന്ത്യയാണ്. അതിന് കൃത്യമായി പ്രവർത്തിക്കാനറിയാം. അത് കൃത്യമായ രീതിയിൽ ഇതിന് പരിഹാരം കാണും. സ്ലീപ്പർ സെല്ലിൻ്റെ കോഡോ, ഈ പറയുന്ന ഒരു ഡ്രൈവറെ കൊണ്ടുവന്ന് മറ്റൊരു ഡ്രൈവർ അറിയാതെ പോകുന്ന സ്ലീപ്പർ സെല്ലിൻ്റെ കോഡുകളാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പൊട്ടിക്കലെങ്കിലും നടത്താൻ ശ്രമം നടത്തിയാൽ തീർക്കാനായിട്ടുള്ള പദ്ധതിയുണ്ട്. കാരണം ഹിന്ദു ഏകീകരണം നടത്തിയിരിക്കുന്നു. ഈ പറയുന്ന ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് കേരള ജനത സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക മതത്തിനെ അല്ല, അതിനകത്തുള്ള പൊളിറ്റിക്കൽ അജണ്ടകളെ, ഇസ്ലാമിക ഭീകരവാദ അജണ്ടകളെയാണ്. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവർക്ക് കുംഭമേള നടന്നാലും പ്രശ്നമൊന്നുമില്ല. ഹിന്ദുക്കൾ വിശ്വസിച്ചാലും ശബരിമലയിൽ പോയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അവർക്ക് 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ 5 കാര്യങ്ങളും സ്വസ്ഥമായിട്ട് ചെയ്ത് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇപ്പം നൂറ്റാണ്ടുകളായി വർഷങ്ങളായിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ കൃത്യമായി പ്രതിരോധിക്കാനായി ഹിന്ദു സമൂഹം ഉയർന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പറയുന്ന 18,000 ജെലാറ്റിൻ സ്റ്റിക്കുകൾ വന്നത് എവിടെ? ഇതിനെ പറ്റിയിട്ട് കേരളത്തിൻ്റെ സർക്കാർ എന്താ ഒരു വാക്ക് തുറന്നൊരു അക്ഷരമിണ്ടാത്തത്? കാരണം അവർക്കറിയാം ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുത്തില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ അധികം താമസിക്കില്ല. ഈ ഭീകരവാദികളെ എല്ലാം ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി അജിത് ഡോവലിനും ഇന്ത്യക്കുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും യഥാസമയത്ത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.